സിനിമ ടാക്കീസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന ചിത്രത്തെ കുറിച്ചാണ്. ഈ ചിത്രം റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ വിപിൻ എസ്, പ്രൊഡ്യൂസ്ഡ് ബൈ വിപിൻ ദാസ്. ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത് അനശ്വര രാജൻ, മല്ലികാ സുകുമാരൻ, ബൈജു, ജോമോൻ ജ്യോതിർ, അസീസ് നെടുമങ്ങാട്, ജോബി മോസസ്. അഞ്ജലി എന്ന കഥാപാത്രത്തെയാണ് അനശ്വര രാജൻ അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സാവിത്രി എന്ന കഥാപാത്രത്തെ മല്ലികാ സുകുമാരനും അവതരിപ്പിക്കുന്നു. കരയോഗം പ്രസിഡന്റായിട്ട് അഭിനയിക്കുന്നത് ബൈജു ആണ്. അനശ്വര രാജൻ എന്ന അഞ്ജലിയുടെ കഥാപാത്രത്തിന്റെ അച്ഛനായിട്ട് എത്തുന്നത് അസീസാണ്. ആ കഥാപാത്രത്തിന്റെ പേര് മുരളി. അഞ്ജലിയുടെ കല്യാണ നിശ്ചയവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളാണ് ആദ്യം സിനിമയിൽ കാണിക്കുന്നത്. കല്യാണ നിശ്ചയത്തിന്റെ ഒരുക്കങ്ങൾ നടക്കുന്ന സമയത്ത് ആ വീട്ടിൽ ഒരു മരണം നടക്കുന്നു. ആ മരണവുമായി ബന്ധപ്പെട്ടാണ് സിനിമ പുരോഗമിക്കുന്നത്. കരയോഗക്കാരും വാർഡ് മെമ്പറും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഈ ചിത്രത്തില് കാണിച്ചിട്ടുണ്ട്. പല സീനുകളും ഇന്നത്തെ അങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. അയൽവാസി തർക്കങ്ങൾ ഈ ചിത്രത്തില് കാണിച്ചിട്ടുണ്ട്. മരണപ്പെട്ട ആളുടെ ശരീരം ദഹിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഗൂഗിൾ മാപ്പ് ഇട്ട് മരണ വീട്ടിൽ വരുന്ന രംഗങ്ങളും ഈ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് ഈ ചിത്രത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്തെന്ന് വെച്ചാൽ അസീസ് അവതരിപ്പിച്ച ആ ക്ലൈമാക്സ് രംഗമായിരുന്നു. അത് അദ്ദേഹം മികച്ച രീതിയിൽ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഔട്ട്ലൈനിൽ തുടങ്ങി അത് ഡെവലപ്പ് ചെയ്ത് മികച്ച രീതിയിൽ ചെയ്ത സംവിധായകൻ അത് നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ ചിത്രം 2 മണിക്കൂറാണ് ഉള്ളത്. ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച ഞായറാഴ്ച 4 മണിക്ക് ആണ് പഴയ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഓൾഡ് സെൻട്രൽ ടാക്കീസിലാണ് ഞാൻ ഇത് കണ്ടത്. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു സിനിമ കാണാനായിട്ട്. മുൻനിര താരങ്ങളൊന്നും ഇല്ലാതെ എടുത്ത ഒരു ചെറിയ ചിത്രമാണ് ഇത്. ഒരു ഹൈപ്പ് ഇല്ലാതെ ഇറങ്ങിയ ഒരു ചെറിയ ചിത്രമാണ് ഇത്. അതുകൊണ്ട് കുടുംബസമേതം തിയേറ്ററിൽ പോയി കണ്ടിരിക്കേണ്ട ഒരു ചിത്രമാണിത്. എന്റെ അഭിപ്രായത്തിൽ ഈ ചിത്രം കണ്ടപ്പോൾ എനിക്ക് ലാഗ് തോന്നിയേയില്ല. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി മറ്റൊരു സിനിമ വിശേഷവുമായി വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.